ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യം എന്താ പറയുക, അത് ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 150 കോടി രൂപയോളമുള്ള തട്ടിപ്പും ക്രമക്കേടും അവിടെ നടന്നു എന്നുള്ളത് സഹകരണ രജിസ്ട്രാറിന് തന്നെ കണ്ടെത്തലുണ്ട്. അതിൻ്റെ ഭാഗമായി നടന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ 16ഓളം FIR ഇട്ടിട്ട് അതുമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് PMLA-യുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വരവ്. ഇവിടെയൊക്കെ തന്നെയും CPM-ന് അത് ജില്ലാതലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ഇനി സംസ്ഥാന തലത്തിലാണെങ്കിലും അവർക്ക് പങ്കാളിത്തമുണ്ട് എങ്കിൽ, അവരുടെ അറിവോടുകൂടി തന്നെയാണ് അത് നടന്നിട്ടുള്ളത് എങ്കിൽ അക്കാര്യത്തിൽ അവർ ആൻസറബിൾ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് മാത്രവുമല്ല, നമ്മൾ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ 4 മനുഷ്യരവിടെ മരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ വിവാഹം മുടങ്ങിയിട്ടുണ്ട്, ചികിത്സ മുടങ്ങിയിട്ടുണ്ട്, വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പൈസ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി CPM പറയണം, അത് വേറെ പറയണം. എന്ന് മാത്രമല്ല, അതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ വിജയത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് കരുവന്നൂരാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ആ പാർട്ടി അവിടെ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വളരെ നിസ്സാരമായി പറയുന്നു, ഈ പറയുന്ന CPM-ലേക്ക് പണം വന്നിട്ടുണ്ട് കരുവന്നൂരിൽ നിന്ന്, അതുകൊണ്ട് CPM ഈ കേസിൽ പ്രതിയാണ്, CPM ചാർജ് ഷീറ്റ് ചെയ്യപ്പെടും. ഈ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം? ഇതിൻ്റെ റിയൽ കൺക്ലൂഷൻ എന്താണ്? ഇത് നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം. ഞാൻ ED-യിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ED-യുടെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ചാർജ് ഷീറ്റ് ചെയ്യുന്നത് CPM-നെ. ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നേരത്തെ സുജയ കൃത്യമായി പറഞ്ഞതുപോലെ പാർട്ടിയുടെ അംഗീകാരം പോകണമല്ലോ. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ഷൻ കമ്മീഷനോട് റിപ്പോർട്ട് ചെയ്യണം. കാരണം PMLA ആക്ട് എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും അപകടം പിടിച്ചൊരു ആക്ട്. അതായത് നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടിയുടെ പങ്കാളിയായി മാറുകയാണ് ചെയ്യുന്നത്. അതൊരു വ്യക്തിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിലാണ് അയാൾ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഏർപ്പെടുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് ഒരു പാർട്ടിയുടെ അംഗീകാരം പോകും. 2 പാർട്ടികളുടെ അംഗീകാരം ഇപ്പോൾ ED കളയണം. 1 ആം ആദ്മി പാർട്ടി, 2 CPM. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായ തെളിവുകൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് കൊടുത്തിരിക്കുകയാണ്. അവരത് കോടതിയിൽ പ്രൂവ് ചെയ്യും, നമുക്ക് വിശ്വസിക്കാം. പ്രൂവ് ചെയ്താൽ അടുത്ത 6 മാസത്തിനകത്ത് അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും ഇവിടെ ഉണ്ടാവും. നമുക്ക് നോക്കാം, 1 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പാർട്ടിയുടെ അംഗീകാരം പോവുകയാണെങ്കിൽ കൃത്യമായ തെളിവുണ്ടല്ലോ, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ED ആക്ട് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ അല്ല എങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു പുകമറയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹേമന്ത് സോറിൻ്റെ കേസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഹേമന്ത് സോറിൻ്റെ കേസ് യഥാർത്ഥത്തിൽ EDക്ക് മുഖത്തിനേറ്റ അടിയാണ്. കാരണം വെച്ചാൽ എത്ര കൃത്യമായ ഉത്തരവാണെന്നറിയാമോ ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? ഒരു കാരണവശാലും ഈ കേസ് നിൽക്കില്ല എന്നാ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തെളിവും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഹേമന്ത് സോറിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് കോടതി. അപ്പോൾ അതേപോലെ ഈ 5 പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? 5 മാസം ഒരാൾ ജയിലിൽ കിടന്നു. നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് ഈ പ്രോസസ്സ് തന്നെ പണിഷ്മെൻ്റ് ആകുന്നൊരു പരിപാടിയാണ് ഈ നടന്നിരിക്കുന്നത്. ഈ 5 മാസം ഇദ്ദേഹത്തെ അകത്തിട്ടിരിക്കുന്നത്. അതിനിപ്പോൾ ജാർഖണ്ഡ് ഇലക്ഷനിൽ മറുപടി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇവിടെ CPM-ൻ്റെ ഈ പറയുന്ന കരുവന്നൂർ സംഭവത്തിൽ CPM-ൻ്റെ പങ്കാളിത്തം ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അത് വലിയൊരു തെറ്റാണ്. അതിനവർ മറുപടി പറയേണ്ടി വരും. അവർക്ക് അതിൻ്റെ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിയുടെ അംഗീകാരം എടുത്ത് കളയുകയാണ് എങ്കിൽ നമുക്കിത് നല്ല കൃത്യമായ ഒരു അന്വേഷണം നടന്നു, കൃത്യമായ തെളിവുകൾ കിട്ടി, നമുക്ക് ബോധ്യപ്പെടും. ഇനി അത് സംഭവിച്ചില്ല എങ്കിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതൊന്നും എങ്ങനെയാണ് കരുവന്നൂരിൽ നിന്ന് ഒരാളെടുത്ത പണം, തട്ടിച്ചെടുത്ത പണം കൊണ്ടുവന്ന് CPM-ന് കൊടുത്തിട്ട് CPM പോയിട്ട് 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു പാർട്ടി കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, 4800 സഹകരണ സ്ഥാപനങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്. 1.5 ലക്ഷം കോടിയെങ്കിലും CPM-ന്റെ ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. 1.5 1.5 ലക്ഷം 101 വസ്തുവകകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് തൃശ്ശൂരോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആസ്തിയുള്ള പാർട്ടികളിലൊന്നാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ ആസ്തി എത്രയാണെന്ന് നമ്മൾ BJP സെന്റർ വരുന്നപ്പോൾ AKG സെന്ററിന്റെ ആസ്തി കുറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ അങ്ങനെയാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ. അതല്ല, എന്താണ് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരളത്തിൽ കേൾക്കുന്ന പഴിയെന്നറിയാവോ? ബക്കറ്റ് പിരിവിൻ്റെ പാർട്ടി എന്നാണ്. നമുക്കൊരു കാലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം വെച്ചാൽ എപ്പോഴും ബക്കറ്റുമായിട്ട് വരും, പിരിവ് കൊടുക്കണം. ഇങ്ങനെയാണെന്ന് ആ പാർട്ടി. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സഹകരണ ബാങ്കിൽ നിന്ന് ഉള്ള പൈസ അടിച്ചു മാറ്റിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ CPM ആരംഭിച്ചിട്ടുള്ളത് എങ്കിൽ ഈ 1.5 ലക്ഷം കോടി രൂപയുടെ എങ്കിലും കൺട്രോൾ ചെയ്യുന്ന ആ പാർട്ടി എത്ര പൈസ ഉണ്ടാവും പിന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ? ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ ഈ കെട്ടിടങ്ങൾ കെട്ടുകയും സ്ഥലം വാങ്ങിച്ചു കൂട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത് ഈ പാർട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 1.5 ലക്ഷം കോടിയൊന്നും ഈ സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല. ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ തന്നെ ഓടിയും.
ഒരാളും വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിന് പൈസ ഇടില്ല. പക്ഷേ ഈ പ്രസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നു 2 ലക്ഷം കോടിയാണ് കേട്ടോ. ഓഡിറ്റിംഗ് നടക്കട്ടെ. 2 ലക്ഷം കോടി. കൃത്യമായ ഓഡിറ്റിംഗ് നടക്കട്ടെ. എന്തായാലും സഹകരണ മന്ത്രാലയം രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അതേ മന്ത്രി തന്നെയാണ് ഇത്തവണയും കേന്ദ്ര സഹകരണ മന്ത്രിയായി ഇരിക്കുന്നത്. എന്താണ് ആ സഹമന്ത്രി അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. ഇവിടുത്തെ സഹമന്ത്രി അതിനകത്ത് സുജയ പറയുന്നതിനകത്ത് കാര്യം എന്താ വെച്ചാൽ കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉന്നയിക്കും. വന്നു. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ആ സഹകരണ ബാങ്കിന്റെ ഓരോ സഹകരണ ബാങ്കിന്റെ ഓഡിറ്റിംഗ് നടത്തണം. പറഞ്ഞോളൂ. ആ ഓഡിറ്റർക്ക് ഇപ്പൊ എന്താ അവസ്ഥയെന്നറിയോ? ആ ഓഡിറ്ററെ ജയിലിലാക്കി. അതെ. ആ Meet the editors.